ഹലോ, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് നമുക്കൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ. ഇന്നൊരു സൺഡേ ആയിരുന്നു, അപ്പോൾ ഞാൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എടുക്കുന്നൊരു 3-4 വലിയ വലുപ്പമുള്ള സവാള, 2 തക്കാളി, ഒരു തുടം വെളുത്തുള്ളി, അതിൻ്റെ പകുതി അളവിൽ ഇഞ്ചി, പിന്നെ 3-4 പച്ചമുളക്, അതെല്ലാം കൂടെ ഞാൻ പേസ്റ്റ് ആക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും പുതിനയിലയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ തൈരും ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. 1 കിലോ ചിക്കന് വേണ്ടിയിട്ടുള്ള അളവാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ചിക്കൻ്റെ അളവനുസരിച്ച് മാറ്റാം. പിന്നെ അരച്ച ഫൈൻ പേസ്റ്റിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പുളിക്ക് വേണ്ടിയിട്ട് നമുക്ക് 1-2 നാരങ്ങയും കൂടെ പിഴിയാം. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് വരുന്ന നല്ലൊരു വെറൈറ്റി ആയിരിക്കും. അത് ചിക്കനിൽ നന്നായിട്ട് പുരട്ടി ഒരു 1/2 hour ഫ്രിഡ്ജിൽ വെക്കാം. ഞാൻ താഴെയാണ് വെക്കുന്നത്. ഇത് ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ തലേന്ന് തന്നെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ബിരിയാണിയുടെ സ്വാദ് കുറച്ചും കൂടെ കൂടും. ഇനി നമുക്ക് മസാല ശരിയാക്കിയാലോ. ഇന്ന് ഞാനൊരു വെറൈറ്റി എളുപ്പത്തിനാണ് മസാല ശരിയാക്കുന്നത്. നമ്മുടെ സവാളയും തക്കാളിയും പിന്നെ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചെയ്യുന്ന 1 സ്പൂണും 1 സ്പൂൺ വെളിച്ചെണ്ണയും, അടി പിടിക്കാതിരിക്കാൻ കുറച്ച് വെള്ളം, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കുക്കറിൽ 5-6 വിസിലടിക്കണം. ആവി കഴിഞ്ഞ് നോക്കുമ്പോഴേക്ക് ഇത് നല്ല വെന്ത് നല്ല പാവമായിട്ടുണ്ടാവും. അതിനുശേഷം എൻ്റെ വെള്ളം വറ്റിച്ച് കഴിയുമ്പോൾ നമ്മുടെ മസാല നല്ല സൂപ്പറായിട്ട് കിട്ടും. ഇങ്ങനെ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് പറയണേ. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യാം. ചിക്കൻ നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാൻ എനിക്കിഷ്ടമല്ല. ഞാനപ്പോൾ അത്യാവശ്യം ഒന്ന് മൊരിഞ്ഞ് കഴിയുമ്പോഴേക്കും എടുക്കും. ഞാൻ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് ഡീപ്പ് ഫ്രൈ ആണെങ്കിൽ അങ്ങനെ, അല്ല ജസ്റ്റ് മസാല ഒന്ന് പിടിച്ചാൽ മതിയെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കും. ഈ സവാള ശരിക്കും കുക്കറിൽ ചെയ്യുന്നതിന് മുമ്പ് സാധാരണ പോട്ടിൽ ചെയ്യാനായിട്ട് നേരത്തെ കുറേ സമയം എടുക്കുമായിരുന്നു. ഈ കുക്കറിൽ ഇങ്ങനെ ആവി കയറ്റി വിസിലടുപ്പിച്ച് വെള്ളം വറ്റിക്കാൻ വളരെ എളുപ്പത്തിൽ കഴിയും ചെയ്യും. പക്ഷേ അത് നന്നായിട്ട് മസാലയ്ക്ക് സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് നല്ലൊരു പരുവായിട്ടുണ്ടാവും. ഞാൻ നമ്മുടെ മസാലയ്ക്കുള്ള സാധനങ്ങൾ പോട്ടിലേക്ക് മാറ്റി അത് അത്യാവശ്യം വെള്ളം വറ്റി കഴിഞ്ഞ ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ കിട്ടുന്ന തൈരിന് ഒട്ടും പുളിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ച് അധികം തൈര് ആഡ് ചെയ്യുന്നത്. പിന്നെ നിങ്ങളവിടെ കിട്ടുന്ന തൈരിന് പുളി ഉണ്ടെങ്കിൽ അതനുസരിച്ച് കുറച്ച് ആഡ് ചെയ്താൽ മതി. പിന്നെ ഇനി തൈര് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ നമ്മൾ അരച്ച് വെച്ചിരുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ഒരു 2 ടേബിൾ സ്പൂണ് ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പച്ചമണം മാറി എണ്ണ തെളിഞ്ഞു തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 മുതൽ 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്ത് അത് മിക്സ് ചെയ്ത് നെയ്യ് തെളിഞ്ഞ് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ആവശ്യത്തിനുള്ള മല്ലിയിലയും പുതിനയിലയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ ആഡ് ചെയ്യുമ്പോൾ കുറേ ഇളക്കരുത്, ബിക്കോസ് ചിക്കൻ ചിലപ്പോൾ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് അത്യാവശ്യം മസാലയൊക്കെ പിടിക്കുന്ന രീതി നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 5 to 10 minutes ചിക്കൻ ഒന്ന് കുക്ക് ചെയ്യാം. ചിക്കൻ എല്ലാം പിടിച്ച് വരുന്ന സമയത്ത് നമുക്ക് റൈസ് ഉണ്ടാക്കിയാലോ. ഞാൻ കെറ്റിൽ വെള്ളം തിളപ്പിച്ചു, ഇല്ലെങ്കിൽ ഡയറക്റ്റ്ലി ഗ്യാസിലേക്ക് വെച്ചാലും മതി. ഞാൻ 4 കപ്പ് അരിയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ 8 കപ്പ് വെള്ളം ഒഴിച്ചു. അതിൻ്റെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് നാരങ്ങ നീരും കുറച്ച് ചെറിയൊരു സവാളയും 1 നുള്ള് വലിയ ജീരകം, 1 നുള്ള് നമ്മുടെ ഗ്രാമ്പു, പിന്നെ 1 ബേ ലീവ്സ്, 3-4 ഏലക്ക, ചെറിയൊരു കഷ്ണം പട്ട, ചെറിയൊരു കഷ്ണം ജാതിപത്രി ആഡ് ചെയ്ത് എന്നിട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ കഴുകി വെച്ചിരുന്ന അരി അതിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് നേരം അടച്ച് വെച്ച് റൈസ് നന്നായിട്ട് വേവിക്കാം. ഒരു 5 to 10 minutes കഴിയുമ്പോൾ റൈസ് വെന്ത് നല്ല പരുവായിട്ടുണ്ടാവും. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം.
നമ്മുടെ ബിരിയാണി ഓപ്പൺ ചെയ്ത് നോക്കാൻ സമയമായി. ബിരിയാണി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ലെറ്റ്സ് സീ വിത്ത് അനദർ വീഡിയോ.